അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച ബന്ധു അറസ്റ്റിലായി എന്നുള്ള വാർത്ത നിങ്ങൾക്കറിയാം. ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാ എന്റെ ദൈവമേ. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇയാള് മരിച്ചുപോയ പെൺകുട്ടിയുടെ വീട്ടിൽ എത്തിച്ചുകൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കുറ്റം അംഗീകരിച്ചല്ലോ. കുറ്റേറ്റതല്ല നിങ്ങൾ ചാനലിൽ പറയുന്നത്. കുറ്റേറ്റെങ്കിൽ എന്തിനാ എന്റെ മോൻ പറഞ്ഞ എന്തിനാ? ചേട്ടൻ വിചാരിക്കുന്ന പോലെ കേസ് മഴക്കൊന്നുമല്ല. എന്റെ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ അയച്ചു തന്നിരിക്കുന്ന പോലീസുകാരായവർ. മനുഷ്യന്റെ ഒരു അവസ്ഥയെ അയ്യേ കഷ്ടം. അയാളെ കണ്ടതോടെ വലിയൊരു സംഘർഷം തന്നെ അവിടെ നടന്നു എന്നുള്ളതാണ്. കണ്ടെത്തി പണിയും വരമ്പത്ത് കൂലിയും എന്നാ പ്രമാണം. എന്ന് വെച്ചാൽ കൂലി എത്രയും പെട്ടെന്ന് കിട്ടുന്ന അർത്ഥം. ഓർമ്മിച്ചോ, ചത്താലും നീ പുഴുത്തേശാവൂ. നമുക്ക് സംസാരിച്ച് തീർക്കാം. അതെങ്ങനെ? സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ലല്ലോ ഇത്. ഒരു നിമിഷം താൻ ജീവിച്ചിരിക്കാൻ പാടില്ല. അവൻ കൊല്ലണോ തന്നെ, അവന്റെ മുഖം കാണിക്കേണ്ടി ഞങ്ങളെ. മഹാദ്രോഹമായി പോയി സാറേ. ഞങ്ങൾക്കും ഒന്ന് കൊടുക്കണോന്നുണ്ടായിരുന്നു അവന്റെ. ഈ ദ്രോഹം ഒരിക്കലും സമ്മതിക്കാൻ ഒക്കില്ല. ജനങ്ങളങ്ങ് കൈവച്ച് തീർക്കേണ്ടായിരുന്നു. നല്ല വേവല് ജനങ്ങൾ നിപ്പുണ്ടായിരുന്നു. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? എന്നെ ഇങ്ങനെ ഇട്ട് ഓടിക്കരുത്, എനിക്ക് കുളമ്പ് രോഗമുള്ളതാ. ഇവനൊക്കെ ഇവിടെ വന്നിരിക്കണം. നിന്നെ അവര് വല്ലതും ചെയ്ത് ജീവനും കൊണ്ട് ഓടുകയില്ലായിരുന്നു. ഈ ഓട്ടോ ഒളിമ്പിക്സിലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പാ. കൊല്ലണോന്ന് തന്നെ ഞങ്ങളൊക്കെ പറയണം. അവന് കൊല്ലണല്ല, അതിലും വലിയ ശിക്ഷ കിട്ടുമെങ്കിൽ അത്രയും ചെയ്യണോന്ന്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. സാരമില്ല, ഇങ്ങോട്ട് പോകുന്നപ്പ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ച. ഞങ്ങൾ പെൺമക്കളെ വളർത്തുന്നതാണ്. അന്തസ് വേണോടാ, അന്തസ്. തന്നെ അവന്റെ മുഖം കാണിക്കേണ്ടി ഞങ്ങൾക്കും ഒന്ന് കൊടുക്കണോന്നുണ്ടായിരുന്നു അവന്റെ. അത്രയ്ക്ക് ദേഷ്യം ഞങ്ങൾക്ക്. അത്ര നല്ലൊരു കൊച്ചായിരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാം തൊലഞ്ഞു പോട്ടെ. ഇവിടുത്തെ സ്ഥിതി അന്നന്ന് വഷളായിക്കൊണ്ട് വരികയാണ്. ഇവിടുത്തെ ക്രമസമാധാന നില താറുമാറാകുന്നതിന് മുമ്പ് സാർ ഇവിടുന്ന് വേഗം പൊക്കോ. ജനങ്ങൾക്ക് വിട്ടു കൊടുക്കണം ഇതുപോലത്തെ നാറുകളെ. ഈ വൃത്തികെട്ടവന്മാരെ വെറുതെ വിട്ടാൽ സമൂഹത്തിന് തന്നെ അത് വലിയ ദോഷം ചെയ്യും. കാരണം ഇനി ഒരുത്തനും ഒരു കൊച്ചിന്റെ മേളിലും ഇതുപോലെ കൈവക്കാൻ പാടില്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമോ? ശിക്ഷിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും പോകാം. എല്ലാവരും പിരിഞ്ഞു പോകണം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് തന്നെ കാണാം.